ആശാ വർക്കറുടെ സംരക്ഷണം. ആശാ അംഗനവാടി വർക്കർമാരുടെ ക്ഷേമത്തിനായി ബജറ്റ് വിഹിതം വർദ്ധിപ്പിച്ചുകൊണ്ടെന്ന് കേന്ദ്രം. ആശാ വർക്കർമാർക്ക് നൽകാനുള്ള കേന്ദ്ര വിഹിതം നൽകിക്കഴിഞ്ഞതാണെന്നും ആരോഗ്യ വൃത്തങ്ങൾ ആവശ്യപ്പെട്ടു. 2024-25 അംഗനവാടി പോഷൻ 2.0 പദ്ധതിക്കായി 21,200 കോടി രൂപ അനുവദിച്ചിരുന്നു. അത് 2025-26 ബജറ്റിൽ 21,960 കോടി രൂപയാക്കി വർദ്ധിപ്പിച്ചെന്നും ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ കീഴിൽ ആശാ അംഗനവാടി വർക്കർമാരെ ഉൾപ്പെടുത്തി ധനവിനിയോഗത്തിൽ കേരള സർക്കാർ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുന്നതിൽ വീഴ്ച വരുത്തിയെന്നും കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ ആരോപിച്ചു. ആശാവർക്കർമാർ ആരോഗ്യ സംവിധാനത്തിൻ്റെ പോരാളികളാണെന്നും അവരെ ശാക്തീകരിക്കണമെന്നും വർദ്ധിപ്പിച്ച ഓണറേറിയം ഉറപ്പാക്കണമെന്നും കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡ പറഞ്ഞു. കേന്ദ്രവാദം തെറ്റാണെന്നാണ് കേരളം പറയുന്നത്. ആരോഗ്യരംഗത്തെ കേന്ദ്രാവിഷ്കൃത പദ്ധതികളിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം കേരളത്തിന് തരാനുള്ള മുഴുവൻ തുകയും കേന്ദ്രം നൽകിയെന്ന പ്രചാരണം തെറ്റെന്ന് ആരോഗ്യമന്ത്രിയുടെ ഓഫീസ്. 2023-24 വർഷം NHMന് നൽകാനുള്ള 136.88 കോടി ബ്രാൻഡിങ്ങിൻ്റെ പേരിൽ കേന്ദ്രം നൽകിയില്ല. ആശ ഉൾപ്പെടെയുള്ള സ്കീമുകൾക്ക് 1 രൂപ പോലും നൽകിയിട്ടില്ല. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രിക്കും കേന്ദ്ര സെക്രട്ടറിക്കും നാഷണൽ മിഷനും കത്തയച്ചിരുന്നു. ഏറ്റവും ഒടുവിൽ ഒക്ടോബർ 22 നൽകിയ മറുപടിയിലും കേരളത്തിന് 2023-24 വർഷത്തെ കേന്ദ്ര വിഹിതം നൽകാനുണ്ടെന്ന് വ്യക്തമാണ്. കേന്ദ്രം തരാനുള്ള 826.02 കോടിയിൽ ഇൻഫ്രാസ്ട്രക്ചർ മെയിൻ്റനൻസിനും കൈൻഡ് ഗ്രാൻറ്റിനുമുള്ള 159.15 കോടി മാത്രമാണ് അനുവദിച്ചത്. കേന്ദ്രം തുക അനുവദിച്ചതോ സംസ്ഥാനത്തിന് ലഭിച്ചോ എന്നത് രണ്ട് സർക്കാരുകൾ തമ്മിലുള്ള വിഷയമാണെന്നും ഞങ്ങൾ ഉന്നയിക്കുന്ന പ്രശ്നം അതല്ല, മാനദണ്ഡങ്ങൾ ഒഴിവാക്കി കാലാനുസൃതമായ ഇൻസെൻറ്റീവിന് പ്രതിഫലം അനുവദിക്കണമെന്നും സമരത്തിന് ആവശ്യം അംഗീകരിച്ച് അത് നടപ്പാക്കണമെന്നാണ് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ്റെ